ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്കായി സ്വാഗതം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഋഷിയുടെ നിർദ്ദേശപ്രകാരമാണ് അരുന്ധതി എന്നുണ്ടെങ്കിൽ ചന്ദ്രവതി വീട്ടിലേക്ക് പോയത്. പക്ഷേ അതിപ്പോൾ വലിയൊരു കെണിയിലേക്കാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അതായത് ഹരിവക്കീല് വീട്ടിലേക്ക് വരുന്നത് തടയാനായിട്ടാണ് ചന്ദ്രവതി എന്നിട്ട് അത്രയും പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കിയത്. പക്ഷെ അതിപ്പോൾ വീണ്ടും തന്നെ ഒരു വലിയ കുരുക്കിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. അരുന്ധതിയെ തേടിയിട്ട് ഹരിവക്കീല് വീണ്ടും വരുന്നുണ്ട്. എന്നിട്ട് പറയാണ്, അതായത് അരുന്ധതിക്കും ഋഷിക്കും എല്ലാവർക്കും അറിയണ ഒരു സത്യം തന്നെയാണ് പറയണത്. നന്ദനാണ് ഋഷിയെ കൊന്നതെന്നും കുഴിച്ചിട്ടതെന്നും എന്നെല്ലാം പറയുമ്പോഴും അരുന്ധതിക്ക് വലിയ ഞെട്ടലൊന്നും വരുന്നില്ല. ഇത് കാണുമ്പോൾ തന്നെ ഹരിവക്കീല് ഒരു കാര്യം ഉറപ്പിക്കുന്നുണ്ട്. അതായത് നന്ദനാണ് കൊലപ്പെടുത്തിയെന്ന് അറിഞ്ഞിട്ടും വലിയ ഞെട്ടലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിന്റെ പുറകില് എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അരുന്ധതിയുടെ ഒരു നാടകം തന്നെയാണ് ചന്ദ്രവതി വന്നിട്ട് ഇങ്ങനെ ബഹളമുണ്ടാക്കിയത് എന്നൊരു കാര്യം കൂടി വക്കീലായ ഹരിയാന്നുണ്ടെങ്കിൽ ഉറപ്പിക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, ഒരു സുപ്രധാനമായ കാര്യം കൂടിയാണ് ഹരിവക്കീല് പറയണത്. സിദ്ധാർത്ഥനും നന്ദനും കൂടി നാളെ ജയിലിലേക്ക് പോയിട്ട് നന്ദൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് കീഴടങ്ങാൻ പോവാണ് എന്ന് പറയുമ്പോൾ തന്നെ അരുന്ധതിക്ക് ആകെ പേടിയാവാണ്. അത് നന്ദൻ മകനെ കൊന്നെന്ന കാര്യം ആലോചിച്ചിട്ടില്ല. മറിച്ച് നന്ദൻ പോയിട്ട് കീഴടങ്ങിയാലേ തൻ്റെ മകൻ ആൾമാറാട്ടത്തിനോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് അറസ്റ്റ് ചെയ്യപ്പെടും എന്നോർത്തിട്ട് അരുന്ധതിക്ക് നല്ല പേടിയാവാണ്. ഇതിനോടൊപ്പം തന്നെ വക്കീലാന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യം കൂടി നോട്ട് ചെയ്യുന്നുണ്ട്. തൻ്റെ മകൻ ജീവനോടെ ഇല്ല എന്നൊരു കാര്യത്തിനെ പറ്റിയുള്ള യാതൊരുവിധ പേടിയും അരുന്ധതിയുടെ മുഖത്തില്ല. അതുകൊണ്ടൊക്കെ തന്നെ താൻ ആലോചിച്ച കാര്യങ്ങളൊക്കെ തന്നെ ശരിയായി വരികയാണ് എന്നൊരു കാര്യം ഉറപ്പിക്കുന്നുണ്ട്. എല്ലാത്തിനും കാരണം നന്ദനെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ദേവികയോടും സിദ്ധാർത്ഥനോടും പറഞ്ഞു തന്നെയാണ്. അതിന്റെ പുറകെ തന്നെയാണ് ഇസബെല്ലയുടെ പ്ലാനായിട്ട് മാധവനെ അപായപ്പെടുത്തിയതും. ഇതോടുകൂടിയിട്ട് എല്ലാത്തിനും ഒരവസാനം എന്നാണ് അവര് വിചാരിച്ചത്. പക്ഷെ ഹരിവക്കീലിന്റെ വരവോട് കൂടിയിട്ട് അവർക്കാന്നുണ്ടെങ്കിൽ നല്ല പേടിയാവുന്നുണ്ട്. ഇസബെല്ലയുടെയും കെവിന്റെയും ഋഷിയുടെയും പ്ലാൻ ഒന്നും നേരെ തന്നെ വർക്കൗട്ട് ആവുന്നില്ല. ഇനിയിപ്പോ നന്ദൻ ഇങ്ങനെ ഏറ്റുപറഞ്ഞാല് ഇതിനെല്ലാത്തിനും കാരണമായ ഇസബെല്ലയും കെവിനും ഋഷിയും എന്തായാലും അറസ്റ്റ് ചെയ്യപ്പെടും. അവരിത്രയും നാളും ആശ്വസിച്ച ഒരു കാര്യമുണ്ട്. ഒരു ഭാര്യ എന്ന നിലയിലും അച്ഛനെന്ന നിലയിലും നന്ദനെ ജയിലിലാക്കില്ല എന്ന് തന്നെയായിരുന്നു അവരുടെ വിശ്വാസം. പക്ഷെ അതെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് നന്ദന്റെ ഈ കീഴടങ്ങല്. ഇതെല്ലാം തന്നെ അറിയുന്ന സമയത്ത് ശത്രുക്കൾ എന്നുണ്ടെങ്കിൽ ആകെ പേടിക്കുകയാണ്. അരുന്ധതിയോടായിട്ടും വക്കീല് ചോദിക്കുന്നുണ്ട്, മകന്റെ കാര്യം പറഞ്ഞിട്ടും ഒരു ഞെട്ടലും മുഖത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് അതിൻ്റെതായ ഞെട്ടലൊക്കെ ഉണ്ട് സാറേ. പക്ഷെ ഇതൊന്നും തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. നന്ദനാണ് എൻ്റെ മകനെ കൊന്നതെന്ന് അറിയുമ്പോൾ തന്നെ ആകെ ഒരു ഷോക്കായ പോലത്തെ അവസ്ഥയാണ്. ഇതെനിക്ക് വിശ്വസിക്കാമോ എന്നെല്ലാം ചോദിക്കുമ്പോൾ ഇതെല്ലാം തന്നെ സത്യമാണ്. നന്ദനാന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കീഴടങ്ങാൻ പോവുകയാണ്. അതോടുകൂടിയിട്ട് ഇതിനെല്ലാം തന്നെ തീരുമാനം ഉണ്ടാകും. പിന്നെ ഇനി ഒരിക്കലും തന്നെ ഋഷിയെ കാത്തിരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അയാളെന്നുണ്ടെങ്കിൽ അവിടുന്ന് പോകുന്നുണ്ട്. അദ്ദേഹം പോയതിന്റെ പിന്നാലെ അരുന്ധതി എന്നുണ്ടെങ്കിൽ ഋഷിയെ കാണാൻ വേണ്ടി പോവുകയാണ്. ഇത് നമ്മൾ വിചാരിക്കണ പോലെയല്ല മോനെ, ഇതെല്ലാം തന്നെ വലിയ പ്രശ്നത്തിലേക്കാണ് പോവണത്. നീ കാര്യങ്ങളൊക്കെ തന്നെ ഇസബെല്ലനെയും കെവിനെയും വിളിച്ചു പറയും എന്ന് പറയണ ഇതേ സമയത്ത് ഇസബെല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ വിളിക്കുന്നുണ്ട്. ഋഷിയാന്നുണ്ടെങ്കിൽ ഹരിവക്കീല് വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയാണ്. അവൾക്കാന്നുണ്ടെങ്കിൽ ആകെ ഷോക്കായിട്ട് എല്ലാ കാര്യങ്ങളും ഐസക്കിനോട് പറയുന്ന സമയത്ത് ഐസക്കിനാന്നുണ്ടെങ്കിലും വലിയ സന്തോഷമൊന്നും വരുന്നില്ല. അതായത് നന്ദൻ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് കീഴടങ്ങിയാല് ഇത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല ബെല്ല, നമ്മളെല്ലാവരും തന്നെ കുടുങ്ങും. ഒരു കാരണവശാലും നന്ദൻ അന്നേ ദിവസം അവിടെ ഹാജരാവാൻ പറ്റില്ല എന്നൊക്കെ ഐസക്കാന്നുണ്ടെങ്കിൽ ഇസബെല്ലിനോട് പറയുന്നുണ്ട്. ഹരിവക്കീലാന്നുണ്ടെങ്കിൽ ചന്ദ്രത്ത് വന്നിട്ട് എല്ലാവരെയും തന്റെ തീരുമാനം അറിയിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ സിദ്ധാർത്ഥനും ദേവികയും പ്രഭാവതിയും ആകെ നല്ലോണം വിഷമിക്കുന്നുണ്ട്. ഹരിവക്കീലിന് കേസ് ഏൽപ്പിച്ചാല് എൻ്റെ മകനെ രക്ഷിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചത് എന്ന് പറഞ്ഞിട്ട് പ്രഭാവതി എന്നുണ്ടെങ്കിൽ പൊട്ടിക്കരയാണ്. നാളത്തോടെ ഇതിനെല്ലാം തീരുമാനം ഉണ്ടാവുമെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് ഹരിവക്കീലെന്നുണ്ടെങ്കിൽ എല്ലാവരോടും പറയുന്നുണ്ട്. നന്ദനായാലും പ്രത്യേകിച്ച് വിഷമമൊന്നുമില്ല. ചെയ്ത തെറ്റ് ആലോചിച്ചിട്ട് നീറി കഴിഞ്ഞതിനേക്കാളും ഇതന്നെയാണ് നല്ലതെന്ന് നന്ദനെന്നുണ്ടെങ്കിൽ തീരുമാനിക്കുകയാണ്. ശാരികയോട് കെവിനെന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ തന്നെ പറയാന്നുണ്ടെങ്കിൽ മറഞ്ഞിരിക്കുന്ന ഋഷി ഏതായാലും പുറത്തു വരാനാണ് ചാൻസ് കൂടുതലും. ഇതോടുകൂടിയിട്ട് എല്ലാവരുടെയും നാടകം അവസാനിക്കാൻ പോവുകയാണ്. ഇപ്പൊ വരാൻ പോണ എപ്പിസോഡ്സിന് റിവ്യൂസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.